പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ ബാലൻസ് വീഡിയോയിലായിട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുക്കള ക്ലീനിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹാളിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഹാളിലെ ക്ലീനിങ് ആണ് അടുത്ത പരിപാടി. ആ സമയത്ത് ദേവൂസ് ഇവിടെ നിന്ന് 1, 2 ഒക്കെ എണ്ണി സാറ്റുകളിയില്ലേ, നമ്മുടെ പണ്ടത്തെ സാറ്റുകളിയാണ് കേട്ടോ. അവൾ ഇത് എവിടുന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എവിടുന്നൊക്കെയോ പഠിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് കളിക്കുവാണ്. അപ്പം ഞാൻ പാക്കണം, അവൾ എണ്ണും, ആ ഒരു സ്ഥിതിയാണ് ഇപ്പം. അപ്പം ഞാൻ ആ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ആ തൂക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുറിയും എല്ലാം തൂക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദേവക്കുട്ടി ഇങ്ങനെ ഓടി കളിക്കുന്ന മുറ്റത്തു നിന്നൊക്കെ മണ്ണ് വാരി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് മണ്ണും അഴുക്കും പൊടിയും ഒക്കെ കാണാം. അപ്പം ഞാൻ ആ സമയത്ത് അതെല്ലാം ഇരുന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടി വി ഓഫ് ആക്കി കഴിഞ്ഞാൽ അവൾ നല്ല രീതിയിൽ ബഹളം വയ്ക്കും. ഓൺ ആക്കിക്കൊണ്ട് തന്നെ അവൾ ഇവിടെ എല്ലാം ഇരുന്ന് ഓടിക്കളിക്കത്തേ ഉള്ളൂ. കൂടുതൽ അങ്ങനെ ഇത് ശ്രദ്ധിക്കത്തൊന്നും ഇല്ല കേട്ടോ ടി വി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് കളിക്കാൻ പോകും. പക്ഷേ ടി വി ഓഫ് ആക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ടേബിളിൻ്റെ താഴെ മൊത്തം അവൾ ഓരോ സാധനങ്ങൾ കൊണ്ടിടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെക്കെ ഞാൻ വാരിക്കൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിലും അതുപോലെ സെറ്റിയുടെ അടിയിലും എല്ലാം ഓരോരോ സാധനങ്ങൾ അവൾ എടുത്തിടും. അപ്പോൾ ഇതെല്ലാം വാരലാണ് എൻ്റെ പരിപാടി ആദ്യം തന്നെ. അതെല്ലാം വാരി കഴിഞ്ഞിട്ട് വേണം ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ടി വി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് മുടിയൊക്കെ കെട്ടി വൃത്തിയാക്കി ഒരു 10-15 മിനിറ്റത്തേക്ക് മാത്രമേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ആളിതെല്ലാം വലിച്ചൂരി കളയുവേ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്ത് ഇരുത്തും. പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ആളുടെ സ്വഭാവമൊക്കെ മാറും. അപ്പോഴത്തേക്കും ഞാൻ അവളുടെ സ്വഭാവം മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടും കേട്ടോ. ആൾ ഇച്ചിരി അഹങ്കാരിയാണ്, പല സമയത്ത് പല സ്വഭാവമാണ് ആൾക്ക്. അപ്പം ഇതെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി മുറിയാണ് കേട്ടോ. മുറിയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമുക്ക് എല്ലാം തൂത്തുവാരി കളഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ നമുക്കിനി തുടയ്ക്കൽ പരിപാടിയാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. താഴത്തെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ പോകണം. മുകളിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു കിട്ടും. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. അപ്പോൾ ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറി വെക്കണം, കാരണം ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സോയാബീനാണ് എടുക്കുന്നത് കേട്ടോ. സോയാബീനാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ നമ്മൾ കൂട്ടത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്കിന്ന് സോയാബീൻ നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ട്, സോയാബീൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക, നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സോയാബീൻ എന്ന് വെച്ചാൽ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോയി സദ്യ കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് കിട്ടുന്ന സോയാബീൻ ഇല്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ കുഞ്ഞിലേക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ചിക്കൻ പുരട്ടിയതൊക്കെ ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറേ കാലം അറിവൊക്കെ വെച്ചതിന് ശേഷമാണ് മനസ്സിലായത് സോയാബീൻ എന്ന് പറഞ്ഞ സാധനമാണെന്ന്. നമുക്ക് നല്ലതാണ്, നല്ല ഗുണമാണ് നമുക്കിതല്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് പിന്നാണ് എനിക്ക് മനസ്സിലായത്. കുട്ടിക്കാലത്ത് ഇത് തിന്നാൻ വേണ്ടിയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ഞാൻ തിന്ന് തീർക്കുന്നത് സദ്യ കഴിക്കാനിരിക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പോഴും അത് തന്നെ, കൊച്ചിലെ അത് തന്നെ. അപ്പം ഇന്ന് നമുക്ക് സോയാബീനാണ് ഉണ്ടത്. അപ്പോൾ ഞാൻ ഇച്ചിരി അധികം വലിയ സോയാബീനായിരുന്നു, അത് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വലുതായിട്ട് കിടക്കുമ്പോൾ ഒരു രസമില്ല, അതുകൊണ്ടാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോയാബീൻ ആദ്യമൊന്നും എനിക്ക് തനിയെ വെക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ വെച്ച് ശീലിച്ച് ഇപ്പം നല്ല അടിപൊളിയായിട്ടൊരു സോയാബീൻ റെഡിയാക്കി എടുക്കുകയും നമ്മുടെ കല്യാണ വീടുകളിൽ നിന്ന് ആ കല്യാണ സദ്യക്കൊപ്പം കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞാൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ സവാള ഇച്ചിരി അധികം സമയം പോയാലും അപ്പം ഞാനതിരുന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കും. അപ്പോൾ പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇഞ്ചി എൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതും ഇല്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റി വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കുക. ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയ്ക്കകത്ത് നിന്ന്
കുറച്ച് മുറിച്ചെടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും റെഡിയായി. തേങ്ങാക്കൊത്തില്ലെങ്കിൽ നമ്മുടെ ഈ സോയാബീൻ റെഡി ആകത്തില്ല കേട്ടോ. അത് 100% ഉറപ്പാണ്. തേങ്ങാക്കൊത്ത് ഇട്ടാൽ മാത്രമേ ആ ടേസ്റ്റിൽ തന്നെ ഇട്ടത്തുള്ളൂ. അതുപോലെ കഴിക്കാനും ടേസ്റ്റ് കാണത്തുള്ളൂ. നമ്മുടെ ഇറച്ചിയൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് തന്നെ ഇടണം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ആ ഉള്ളി വേണം കൂടുതലായിട്ട് നിൽക്കാനേ. അപ്പം ഞാനിവിടെ കുറച്ച് സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ച് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വൃത്തിയാക്കി നല്ല വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ലേശം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സവാള വഴറ്റിയപ്പോൾ. ഇനി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇടുക. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ലേശം വെള്ളം ഒഴിച്ചിട്ട് വേണം അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. ആ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കുക. അതായത് വെള്ളം വറ്റുന്നവരെ. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ആ തേങ്ങാക്കൊത്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വറ്റിച്ചെടുക്കുക. നല്ല ബീഫൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ വറ്റിച്ചെടുക്കുക. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തീ ഓഫ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം എനിക്ക് ബാലൻസ് ജോലി കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ജോലിയിലേക്ക് കിടക്കാം. അപ്പം ഞാനാണെങ്കിൽ ആ തുടയ്ക്കാനുള്ള എല്ലാം അങ്ങ് തുടച്ചു തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി തുടയ്ക്കാൻ ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങോട്ട് തുടച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മുറിയിലാണ് കേട്ടോ. അപ്പുറത്തെ മുറിയും കുറേ അഴുക്ക് പിടിച്ചെടുക്കുമായിരുന്നു. തയ്ക്കാനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കുറേ ചുരിദാറൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തൂത്ത് വൃത്തിയാക്കി അവിടെയും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ ഒരാൾ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിട്ടു. പിന്നെ അവൾക്ക് തുടയ്ക്കണമെന്നും പറഞ്ഞ് എനിക്ക് വാശി പിടിച്ചു. അങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ ഇനി തുടച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഞാനും ദേവയും കുട്ടിയും കൂടെ അടുത്ത പരിപാടിയാണ് കേട്ടോ. അവൾ സമ്മതിക്കുന്നില്ലായിരുന്നു എന്നെ തുടപ്പിക്കാനായിട്ട്. അവൾക്ക് തുടയ്ക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ അവൾ സാറ്റ് കളിക്കാനായിട്ട് ഒരുങ്ങി. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ കുറേ സമയം നമ്മൾ അവളുടെ കൂടെ കുറച്ച് മാനേജ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് നേരം പാത്തും ഒക്കെ അവളുടെ കൂടെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾക്കൊരു കുഴപ്പമില്ല, കിടന്ന് കരയത്തൊന്നുമില്ല. ഈ ദേവക്കുട്ടി എന്ന് പറഞ്ഞ് നല്ല കരയുന്ന വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമാണ് അവൾക്ക് കേട്ടോ, കരയത്തൊന്നുമില്ല. അപ്പം ആ സമയത്ത് നമ്മൾ മുകളിലത്തെ തുടപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope. Probably never, ever, 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 ever gonna happen. Oh no. എന്തായാലും മുകളിലോട്ട് കയറിയതല്ലേ, എല്ലായിടവും ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. നമ്മുടെ കിച്ചൻ്റെ വാതിക്കലേക്ക് നമ്മുടെ ഷീറ്റ് എല്ലാം കുളമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. കുറേ മാവിൻ്റെ ഇലയും അതും ഇതുമൊക്കെ വീണ് ചീത്തയായി കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലും കൂടെ സിറ്റ് ഔട്ടിലും കൂടെ ഒന്ന് ഇറങ്ങി എല്ലായിടവും ഒന്ന് കണ്ടിട്ട് നേരെ ഞങ്ങൾ വീണ്ടും താഴത്തെ അടുത്തോട്ട് പോയി കേട്ടോ, താഴോട്ട് പോയി. അപ്പം നമ്മൾ ഇത് കണ്ട കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് താഴെ പോയി. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിറ്റ് ഔട്ട് എങ്ങനെ വൃത്തിയാക്കാം, അതിൻ്റെ ഗ്രാനൈറ്റ് വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട്, നല്ല തെളിച്ചുകൊണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ നമ്മുടെ ചവിട്ടി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ അങ്ങോട്ട് എടുത്തിട്ടു. പിന്നെ നമ്മുടെ സെറ്റിയിലൊക്കെ തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതിന് എന്നെ സഹായിക്കുന്ന ദേവയാണ് കേട്ടോ. ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി എല്ലാം ചെയ്തൊക്കെ
വൃത്തിയാക്കി തരും. പിന്നെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുകയോ ഉമ്മ കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുഡ് ഗേൾ എന്ന് പറയുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൾ അടിപൊളിയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ എന്തും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും വെള്ളം കലക്കി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ദേവൂസിന് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. അതുമല്ല അവൾ നമുക്ക് സെറ്റിയിൽ തുണി വിരിച്ചിട്ട് തന്നെയല്ലേ, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം കുറേ നാളായിട്ട് വെള്ളം കലക്കി കൊടുക്കാതിരിക്കുമായിരുന്നു കേട്ടോ, ഈ ടാങ്കിൻ്റെ. അത് എപ്പോഴും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും അവൾക്ക് അത് കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തിട്ട് ഞാനത് അവൾക്ക് കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അവൾ അത് നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളം.